ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസിലെ കൂടുതൽ വിദഗ്ധ ഒപ്പീനിയൻ ലഭിക്കാനായിട്ട് 36 സാമ്പിളുകൾ ശബരിമലയിൽ നിന്ന് എടുത്തത് ജാംഷഡ്പൂരിലെ പരിശോധനയ്ക്ക് അയച്ചതായിട്ടാണ് ഇപ്പം വരുന്ന വാർത്തകൾ. നാഷണൽ മെറ്റലർജിക്കൽ ലാബറട്ടറി ഉണ്ട് ജാംഷഡ്പൂരിൽ. അങ്ങോട്ട് 36 സാമ്പിളുകളും SIT അയച്ചു കൊടുത്തിരിക്കുന്നു. അതെന്തായാലും നല്ല കാര്യമാണ്. കാരണം ജാംഷഡ്പൂരിലെ ഈ നാഷണൽ മെറ്റലർജിക്കൽ ലാബറട്ടറി കൃത്യമായ ഒരു ഒപ്പീനിയൻ തരും. അതുകൊണ്ട് പക്ഷേ അതിന് അല്പസ്വല്പം സമയം എടുക്കും. അന്വേഷണം അല്പം കൂടെ ഡിലേ ആകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴേ ഈ കേസിൻ്റെ അന്വേഷണം അല്പം മന്ദഗതിയിലിട്ട് പോകുന്നു. കാരണം SIT അവിടെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി കാര്യങ്ങൾ എല്ലാം കൂടെ തകിടം മറിഞ്ഞു എന്നാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, അനാവശ്യമായിരുന്നു ആ അറസ്റ്റ്. അത് പക്വതയില്ലാത്ത ഒരു അറസ്റ്റായിപ്പോയി. അത് വേണമെന്നുണ്ടെങ്കിൽ കുറ്റച്ചാർജ് കൊടുക്കുന്ന സമയത്ത് അതേപ്പറ്റി ആലോചിക്കായിരുന്നു എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും വിജിലൻസ് കോടതി അത് പരിശോധിച്ച് മുഴുവൻ 41 ദിവസം അകത്ത് കിടന്ന അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് കോടതി പരിശോധിച്ചു. എന്താണ് തന്ത്രിക്കെതിരായിട്ടുള്ള തെളിവുകൾ? അത് 3-4 റിമാൻഡ് ആപ്ലിക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴും ഓരോ സന്ദർഭത്തിലും കോടതിയെ അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. വ്യത്യസ്തമായ തെളിവുകളൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് കോടതിക്ക് മനസ്സിലായി തന്ത്രിക്കെതിരായി സ്ഥായിയായ ഒരു എവിഡൻസ് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇല്ല എന്ന് കോടതി കണ്ടെത്തി. കാരണം റിമാൻഡ് ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ട് അത് കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. നിയമം അങ്ങനെയാണ് പറയുന്നത്. ഓരോ പ്രാവശ്യം 14 ദിവസം കൂടുമ്പം ആ പ്രതിയുടെ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ആദ്യത്തെ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കുമ്പം അതുവരെ പ്രതിക്കെതിരായി കളക്ട് ചെയ്തിട്ടുള്ള എവിഡൻസ് ആ റിമാൻഡ് ആപ്ലിക്കേഷൻ അത് പറയണം. അതിനുശേഷം അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുമ്പം ആദ്യം കൊടുത്തതിന് ശേഷം വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ആ തെളിവുകൾ എന്ന് അതിനകത്തും കൊടുക്കണം. അങ്ങനെ 4 റിമാൻഡ് വന്നിട്ടുണ്ട്. ആ 3 റിമാൻഡിനകത്ത് എന്തായാലും കൃത്യമായിട്ട് ഈ വിവരങ്ങൾ പറഞ്ഞിരിക്കണം. അങ്ങനെ റിമാൻഡ് ആപ്ലിക്കേഷനകത്ത് തന്ത്രിക്കെതിരായിട്ടുള്ള എവിഡൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. വ്യത്യസ്തമായ കഥകൾ പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവാണ്. അങ്ങനെ അവർക്ക് റിമാൻഡ് ചെയ്യാൻ ഒക്കുള്ളൂ. ഏതായാലും തന്ത്രി പുറത്തിറങ്ങി. ആ കേസിനകത്ത് ഏകദേശം 10-13 പേരെ ജാമ്യത്തിൽ പോകാനുള്ള ഏർപ്പാടുകളെല്ലാം ആയിക്കഴിഞ്ഞു. ഏതായാലും പ്രതികളെ കസ്റ്റഡിയിൽ ഇട്ടുകൊണ്ട് കേസിൻ്റെ കുറ്റച്ചാർജ് കൊടുക്കാൻ കഴിയില്ല, അതിൻ്റെ ട്രയൽ നടത്താൻ കഴിയില്ല എന്ന് ഉള്ള സത്യം വെളിയിലോട്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആ അന്വേഷണ ടീം ഈ കേസിൻ്റെ അന്വേഷണം ഹറിബറിയായിട്ട് നടത്തരുത്. കാരണം എവിഡൻസുകൾ മുഴുവൻ വന്നെങ്കിൽ മാത്രമേ ചാർജ് ഷീറ്റ് കൊടുക്കുക. അല്ലാതെ അത് പബ്ലിക് ഒപ്പീനിയൻ അനുസരിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പത്രക്കാരെയും ചാനലുകാരെയും നിർബന്ധത്തിന് വഴങ്ങിയോ രാഷ്ട്രീയമായ സമ്മർദ്ദം കൊണ്ടോ ആ കേസിൻ്റെ കുറ്റച്ചാർജ് കൊടുത്താൽ ആ കേസ് അക്വിറ്റലായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടുന്ന് മൊത്തം എത്രമാത്രം സ്വർണം അവിടെ പൂശി അല്ലെങ്കിൽ അവിടെ തകിടുപാളിയിൽ ചേർത്തു എന്നുള്ളതിന് കണക്ക് കൃത്യമായിരിക്കണം. ആ കണക്കുണ്ടെങ്കിൽ മാത്രമേ അതിലെത്ര അവിടുന്ന് അടിച്ചു കൊണ്ടുപോയി എത്ര അവിടുന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഈ കണക്ക് ശരിയായെങ്കിൽ മാത്രമേ കുറ്റച്ചാർജ് കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഈ മെറ്റലറി സാധനങ്ങളിൽ ഇപ്പോൾ എന്തുമാത്രം സ്വർണ്ണം ഉണ്ടെന്നും അത് ഒറിജിനൽ ആണോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ അതറിയണമെന്നെങ്കിൽ ജാംഷഡ്പൂരിലെ ആ ജാംഷഡ്പൂരിലെ പരിശോധനയ്ക്ക് മുമ്പ് ISROയുടെ ഒരു സഹായം തേടിയിരുന്നു. അതിന് അത്ര ആ പരീക്ഷണം അത്ര മെച്ചമായിരുന്നില്ല, അതിനകത്ത് അത്ര കൃത്യത കിട്ടിയില്ല. അതുകൊണ്ടാണ് ജാംഷഡ്പൂരിലേക്ക് നാഷണൽ മെറ്റലർജിക്കൽ ലാബറട്ടറിയിലേക്ക് ഈ 36 സാമ്പിളുകൾ അയച്ചു കൊടുത്തത്. അതെങ്ങനെയായാലും 90 ദിവസം വരെ അല്ലെങ്കിൽ 60 ദിവസം മിനിമം അവിടെ ഉണ്ടാവും. അപ്പോൾ അതുവരെ കേസ് ഇങ്ങനെ ലാഗ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അത് ഈ ടീമിനെ കൊണ്ട് നടത്താൻ കഴിയില്ലെങ്കിൽ പുതിയ ടീമിനെ തന്നെ വെക്കുന്നതാണ് ഉചിതം. അല്ലെന്നുണ്ടെങ്കിൽ CBIക്ക് പോകണം. പക്ഷേ കേരളത്തിൽ തന്നെയുള്ള നല്ല വെറ്ററൻ ഇൻവെസ്റ്റിഗേറ്ററെ തന്നെ വെക്കുന്നതാണ് കൃത്യമായ ആയിട്ട് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും കുറ്റച്ചാർജ് കൊടുക്കാനും പ്രതികളെ
ശിക്ഷിപ്പിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു നീക്കം നടത്തണം ആണ് എൻ്റെ അഭ്യർത്ഥന.